ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. സാറേ, ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇന്ത്യയുടെ ചില നടപടികൾ, നിലപാടുകൾ ഒക്കെ അതിസൂക്ഷ്മമായി വിദേശ മാധ്യമങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാകിസ്ഥാനും ചൈനയ്ക്കും ഉറക്കമില്ലാത്ത രാവുകൾ ഇന്ത്യ സമ്മാനിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഈ മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ വിദേശ മാധ്യമങ്ങൾ, ഞാൻ ഉദ്ദേശിച്ചത് അമേരിക്കയിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ മാധ്യമങ്ങൾ, മുന്തിയ ചാനലുകൾ, മുൻനിര ചാനലുകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടോ ഇന്ത്യക്കുള്ളിൽ ഇത് വലിയ ചർച്ചയായിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്നത് കൊണ്ടാകാം. പക്ഷേ ഈ ചൈനയ്ക്കും പാകിസ്ഥാനും ഇങ്ങനെ ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് നമുക്കും ഒരു ആകാംക്ഷയുണ്ടാകും, ഒരു ജിജ്ഞാസയുണ്ടാകും. ഇപ്പോൾ നിരവധി മിസൈലുകൾ നമ്മൾ പരീക്ഷിച്ചു, പുതിയ ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിരോധ മേഖലയിൽ വളരെയധികം നമ്മൾ മുന്നേറിയിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി പുതിയ ആയുധങ്ങൾ നമ്മൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾ അത് വാങ്ങാൻ വരുന്നു, മിസൈലുകളും തോക്കുകളും അടക്കമുള്ളവ. എന്താണ് സാർ ഈ പാകിസ്ഥാനും ചൈനയ്ക്കും ഉറക്കം നഷ്ടപ്പെടാനുള്ള എന്ത് നീക്കമാണ്, എന്ത് പ്രതിരോധ മേഖലയിൽ എന്ത് നീക്കമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്? പ്രശാന്ത്, ഈ നിങ്ങൾ നമുക്ക് ഇവിടെ വലിയ ഡൗൺ പ്ലേ ചെയ്തത് നമ്മുടെ അധികാരികളും നമ്മുടെ മീഡിയക്ക് കിട്ടാതെ പോയതുമെല്ലാം അത് ഡൗൺ പ്ലേ ചെയ്ത് പോയത് ഇതാണ്. സ്ട്രാറ്റജിക് മിലിറ്ററി ആംബിഗ്വിറ്റി. അതുകൊണ്ടാണ് നമ്മളൊന്നും പറയാറില്ല. ഈ ചൈനയും പാകിസ്ഥാനും അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്ത് ഊന്നുപോയാൽ അവർ പോലും പറന്നു പോയെന്ന് പറയും. അതാണ് അവരുടെ ഒരു വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി. നമ്മളൊന്നും മിണ്ടില്ല. 20,000 കിലോമീറ്ററാണ് നമ്മുടെ ICBM എങ്കിൽ നമ്മൾ പറയും 8,000 കിലോമീറ്റർ. പക്ഷെ ബുദ്ധിയുള്ള തിങ്ക് ടാങ്ക്സ് വെളിയിലുള്ളവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇരട്ടി ഇവർ ഉമ്മാർ ഇത് ഡൗൺ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ സംഭവം ശരിയാണ്. ഞാനും നിങ്ങൾ കേട്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയ വിവരം വെച്ചിട്ട് ഞാനിത് കുറച്ച് റിസർച്ച് നടത്തുകയും വായിക്കുകയും ചില ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു എക്സ്പെർട്ടൊന്നും അല്ലല്ലോ. അതുമായിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് വിദേശത്തുള്ള ഒരു അടക്കം ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ, ഇന്ത്യക്കാരും ഉണ്ട്, വൈറ്റ്സും ഉണ്ട്. അവരുമായിട്ടൊക്കെ ഞാൻ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇത് സംസാരിച്ച് ഞാൻ ഓരോ സംഗതികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഈ കമൻസിലെ ചിലർ യാതൊരു വിവരമില്ലാതെ വല്ലതുമൊക്കെ പറയുന്നു. അതായത് ബ്രഹ്മോസ് ഇതിനകത്ത് സബ്മറൈനിൽ വെക്കാൻ ഒക്കില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തല്ലോ, അപ്പം സബ്മറൈനിൽ വെക്കാൻ ഒക്കില്ല. SSBN അല്ല, നമ്മൾ SSBNനെ പറ്റി ഉണ്ടല്ലോ, അത് അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിഡിത്തം ഞാൻ വിളിച്ച് പറയില്ല. നമ്മൾ പലയിടത്തും സംസാരിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. അത് അവർ എല്ലാവരും അല്ല, ഈ ചില ദോഷൈതൃക്കൾ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അതങ്ങനെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിജി ദിവസം എത്ര പേര് പറയുന്നു. അതുകൊണ്ട് കാര്യം ആര് നല്ലൊരു പ്രവൃത്തി ചെയ്താലും ഇങ്ങനെ കുറേ പേര് വെട്ടുകിളികളെ പോലെയുള്ളവർ കാണാം. അപ്പോൾ ഇനി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ല ചുമ്മാ ചാടിക്കേറി ഉറക്കത്തിൽ നിന്ന് പറയുന്നതല്ല. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ ഡിറ്ററൻറ്റ് സ്ട്രാറ്റജിക് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയുടെ ഭാഗമായി നമുക്ക് സുദർശൻ ചക്ര അതെ, സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് ടെക്നോളജിക്കൽ പ്രോവസ്, അതാണ് അതിൻ്റെ ചുരുക്കം. ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ്. ഇപ്പോൾ ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ S-400 S-500 ഒഫൻസീവാണ്, ഡിഫൻസീവ് അല്ല. അപ്പം അങ്ങനെ നമ്മൾ
അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ തൊട്ട് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വിദേശത്ത് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. വലിയൊരു ചുവടുവയ്പ്പ് ഉണ്ട്. അതായത് അത് ഇതാണ്, ഞാനത് ഇത് ചെയ്തിട്ടുണ്ട്, നമ്പർ ചെയ്തിട്ടുണ്ട്. 18 എണ്ണമാണ്. അല്ല 18 അല്ല 17 നേട്ടങ്ങൾ. 17 ചെറിയ നേട്ടമല്ല. ഈ ലീപ്പ് ഫ്രോഗിങ് എന്ന് പറയും, ഭയങ്കര ചാട്ടമാണ്. അതായത് വൻ കുതിച്ചു ചാട്ടമാണ്. ഈ ട്രാൻസെൻഡിങ് അല്ലെങ്കിൽ ലീപ്പ് ഫ്രോഗിങ് ഒരു വലിയ ഫോർമേഷൻ, അത് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമുക്കിത് ഞാൻ പ്രശാന്ത് പറഞ്ഞു നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് വേറെ ഒരിടത്ത് എനിക്ക് അറിഞ്ഞൂടെ വേറെ ആരെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ? മിക്കവാറും കാണില്ല. പല പല ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്, റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ആദ്യത്തെ കുതിച്ചു ചാട്ടം ഇതുകൊണ്ടാണ് ഈ പിന്നെ പാകിസ്ഥാനല്ല ഉറക്കമില്ലാതായത്. പാകിസ്ഥാൻ എന്ത് ചെയ്യുക? ചൈനയ്ക്ക് ഉറക്കമില്ല. പിന്നെ ടർക്കി നമ്മുടെ ഒരു ശത്രു രാജ്യമായി മാറിയിരിക്കുകയാണ്. ടർക്കി, ചൈന, പിന്നെ അസൂയാലുക്കൾ ആയിട്ട്, ഇവര് അസൂയാലുക്കൾ ശത്രുക്കളാണ്. നമ്മുടെ ആയിട്ടുള്ള ചില ആളുകൾ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പം USA ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ CIA, പെൻറ്റഗൺ, അവരൊക്കെ നമുക്ക് എഗൻസ്റ്റ്, അവരുടെ ഡീപ് സ്റ്റേറ്റ്. എല്ലാവരും നമുക്ക് എഗൻസ്റ്റ് അല്ല. USA നമ്മുടെ സപ്പോർട്ടേഴ്സും ഉണ്ട്. എനിവേ ഇവരെല്ലാം അവരുടെ ഉറക്കം എന്താ? ഹൗ ക്യാൻ ഇന്ത്യ? കാരണം അവരുടെ അല്ല അവരുടെ ബിസിനസ് പോകുന്നു അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. എനിവേ അപ്പോൾ ഇതാണ് ആദ്യത്തത്. നമ്പർ 1 SSBN ഡിപ്ലോയ്മെൻറ്റ്. അതിനകത്ത് 12 ന്യൂക്ലിയർ വാർഹെഡ്സ് ഞാൻ പറഞ്ഞത് 12 അല്ല 24 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 എണ്ണത്തിലാണ് 8, 3, 24. അപ്പോൾ അത് ആ ഒരൊറ്റ വാർഹെഡ്, ഇപ്പം ഒരു മിസൈല്, അത് ഒരെണ്ണത്തിൽ 12 എണ്ണം. അപ്പോൾ 12 × 15, ഒരു സബ്മറൈനിൽ 12 എണ്ണം. 12 × 15 വാർഹെഡ്. പിന്നെ MIRV ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് വിട്ടിട്ട് അത് പല ഇതായിട്ട് അങ്ങ് പോകും. അതിൽ നിന്ന് പല മൾട്ടിപ്പിൾ ടാർജറ്റബിൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. അതൊരു നമ്മൾ ഒരു അച്ചീവ് ചെയ്തതാണ്, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ SSBN ഡിപ്ലോയ്മെന്റ്, ദാറ്റ് ഈസ് 1. അത് നമ്മൾ ഇനി കൂടുതൽ പറയണ്ട. അഗ്നി 5 വിത്ത് അഡ്വാൻസ്ഡ് വെർഷൻ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഗ്നി 6ലേക്ക് കടക്കുന്നു. അല്ല, അഗ്നി 6 നമ്മൾ കടന്നു. അത് ഞാൻ കമ്മിങ് ടു ദാറ്റ്. അപ്പോൾ അഗ്നി 5ന്റെ അതിനെ പറ്റി നമ്മൾ വീണ്ടും പറയണ്ട. വിത്ത് MIRV. അടുത്തത് 3. ഇത് അധികം ആർക്കും ഇവിടെ മനസ്സിലായിട്ടില്ല. ഡിഫൻസ് ആർമിയിലെ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന സീനിയർ ഓഫീസേഴ്സിനൊക്കെ ഇത് അറിയാമായിരിക്കും, അല്ല കോമൺ പബ്ലിക്കിന് അറിഞ്ഞൂടാ. ഇതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. അതായത് AD1 ആൻഡ് AD2 എന്ന് പറയുന്ന മിസൈൽ. ഇത് ഡിഫൻസീവ് ആൻഡ് ഒഫൻസീവ് രണ്ടും കൂടെയാണ്. ആക്രമിക്കാനും പ്രതിരോധിക്കാനും. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ, ഇത് കൗണ്ടർ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ചൈനയുടെ DF-10 എന്നൊക്കെ പറയുന്ന അവരുടെ ബാലിസ്റ്റിക് മിസൈൽ. ഈവൻ പിന്നെ പാകിസ്ഥാന്റെ മറ്റേ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടല്ലോ, നമ്മൾ ഹരിയാനയിലിട്ട് പിടിച്ചത്. അതേപോലെ നമുക്ക് ചൈനയാണ് ഇതിന്റെ പ്രധാനം. ടർക്കിയും വെച്ചിട്ടുണ്ട്. അവൻ 8000, 9000 നമ്മുടെ ഇന്ത്യ ടാർഗറ്റ് വരുന്നതാണ്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഇന്റർസെപ്റ്ററാണ്. അപ്പോൾ നമ്മൾ മൾട്ടി ലേയേർഡ് ഡിഫൻസീവ് ആൻഡ് ഒഫൻസീവ് സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മൾട്ടി ലേയേർഡ്, പല അതിലെ ടോപ്പാണ് AD1 ആൻഡ് AD2. ഇപ്പം ഈ മാസം ജൂണിൽ പരീക്ഷിച്ചത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതായത് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിനെ നമ്മുടെ ഈ എയർ സ്പേസിൽ വരുമ്പോൾ നമ്മുടെ എയർ സ്പേസിൽ 2 തരത്തിലാണ്. മോളിൽ വെച്ച് എയർ സ്പേസിൽ വെച്ച് കത്തിച്ചളയും, പിന്നെ താഴെ അത് അവിടെ കിട്ടിയില്ലെങ്കിൽ സ്വപ്പം കൂടെ താഴെ വന്നാൽ കത്തിക്കും. അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ S-500 ചെയ്തുകൊണ്ടിരുന്ന, പിന്നെ ട്രാഡ് അമേരിക്കയുടെ ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പം ഹോളി മക്കയിലൊക്കെ
വെച്ചിരിക്കുന്ന ടാഡാണ് അവരുടെ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടറാണ്, ഇന്ത്യൻ പ്രൊഡക്ഷനാണ് ഈ AD-1 ആൻഡ് AD-2. അപ്പോൾ AD-1 ഇനി താഴെ മിസൈൽ മുകളിൽ വെച്ച് കിട്ടിയില്ലെങ്കിൽ, അതായത് എൻഡോ അറ്റ്മോസ്ഫിയറിക് ആൻഡ് എക്സോ അറ്റ്മോസ്ഫിയറിക്. എക്സോ അറ്റ്മോസ്ഫിയറിക് എന്ന് പറഞ്ഞാൽ താഴെ അല്ല, മോളിൽ വെച്ച് സ്പേസിൽ വെച്ച് കത്തിക്കുന്ന അത് AD-1. AD-2 എന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ മാറിപ്പോയി. AD-1 താഴെ വരുമ്പം കത്തിക്കുന്ന എൻഡോ. ഇത് എക്സോ AD-2 അത് കൂടിയ സാധനമാണ്. അത് മുകളിൽ വെച്ച് സ്പേസിൽ വെച്ച് കത്തിക്കുന്ന, നമ്മളെ ബഹിരാകാശത്ത് വെച്ച് നടക്കുന്ന. അപ്പൊ ഈ രണ്ട് ഇതിൽ 90% നമ്മൾ കത്തിച്ചളെ. പിന്നെ റഷ്യയുടെയിലൊക്കെ ഉള്ളത് ഈവൻ S-500 പോലും ഭയങ്കര എഫക്റ്റീവ് ഒക്കെ ആണെങ്കിൽ ഈ ടാർഗറ്റിന്റെ അടുത്ത് നിന്നിട്ട് എക്സ്പ്ലോഡ് ചെയ്യാണ്. അപ്പൊ ആ ഇമ്പാക്റ്റിൽ ഇത് അതല്ല, ഇത് അതിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്. അതാണ് അതൊരു വലിയ ഗെയിം ചേഞ്ചർ. ഒരു ബുള്ളറ്റിനെ വേറൊരു ബുള്ളറ്റ് കൊണ്ട് വെടിവെക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുള്ളറ്റുകൾ തമ്മിൽ കൊള്ളുന്നത് നമുക്ക് സങ്കല്പിക്കാം. ഇത് ഹിറ്റ് ടു കില്ലാണ് അതിന് പറയുന്നത്, ഹിറ്റ് ടു കിൽ ടെക്നോളജി. അതായത് കറക്റ്റ് ടാർഗറ്റ് തന്നെ അടിക്കുക. ടാർഗറ്റ് അല്ല, മിസൈലിൽ അടിക്കുകയാണ്. അത് തന്നെ. ആ മിസൈലിനെ നമ്മൾ ICBM മിസൈലിനെ നമ്മൾ തട്ടുകയാണ് AD-2 വെച്ചിട്ട്. എന്നിട്ട് AD-2 വെച്ചിട്ട് അത് കിട്ടുക എന്തെങ്കിലും കാരണവശാൽ രക്ഷപ്പെട്ട് താഴ്ത്തൊന്ന് AD-1 വെച്ച് പിടിക്കും. ഇതുകൊണ്ടും നടന്നില്ലെങ്കിൽ നമ്മൾ താഴെ ബ്രഹ്മോസിന്റെ പഴയ ബ്രഹ്മോസ് 1 അത് വെച്ച് പിടിക്കും. അപ്പൊ ഇത് പല ലെയറാണ്. അപ്പൊ ഇതിലെ ഏറ്റവും കൂടിയതാണ് AD-1 AD-2. പിന്നെ AD-2ന്റെ ഒരു വലിയ പ്രത്യേകത, മറ്റേ ചൈനയുടെ സ്പേസ് സ്റ്റേഷനുണ്ട്, അതിങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും ടിയാങ്കോങ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് പിന്നെ പാരഡൈസ് എന്നോ മറ്റോ ആണ് അതിന്റെ അർത്ഥം ചൈനീസിലെ. അത് പിന്നെ അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈല് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ലോഞ്ച് ചെയ്യുമ്പോഴേ നമ്മൾ ഡിറ്റക്ട് ചെയ്യും, ട്രാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് AD-1 AD-2 ഒക്കെ. പക്ഷേ ഇത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പുതിയ വലിയ അപകടം. അത് ലോകത്തിൽ 3 രാഷ്ട്രങ്ങൾക്ക് ഇപ്പൊ ഉള്ളൂ, റഷ്യ, ചൈന. അപ്പൊ ചൈന ഈ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടേതായിട്ട് വേറെ ആരും ചോദിച്ചാൽ നമുക്ക് തരയൊന്നുമില്ല, ഭയങ്കര വിലയുമാണ്, അതിഭയങ്കര മില്യൺസ് ഓഫ് ഡോളേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ AD-2. അപ്പൊ ഈ സ്പേസ് സ്റ്റേഷൻ നമ്മൾ സാറ്റലൈറ്റിനെ കില്ല് ചെയ്തത് നമ്മൾ 2018 19 നമ്മൾ ഉണ്ട്, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി. ഇത് സ്പേസ് സ്റ്റേഷൻ അടിക്കുകയാണ്. സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോവസ്റ്റ് ഓർബിറ്റിൽ 350 കിലോമീറ്ററിലാണ് ഈ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ. അപ്പൊ താഴെ വരുമ്പോൾ അതിനെ ഈ AD-2 വെച്ചടിക്കും അറ്റ്മോസ്ഫിയറിൽ. അപ്പൊ സ്പേസ് സ്റ്റേഷൻ തവിട് പിടിക്കും. അതാണ് ചൈന ഉറങ്ങാത്തത്. അവിടെ നിന്ന് ഇനി ഒരു മിസൈൽ അയക്കാൻ പറ്റില്ല. അപ്പോൾ മിസൈൽ അയച്ച നമ്മൾ ഇതിനെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ റഡാറിൽ എത്തുകയും ചെയ്യും, നമ്മുടെ മിസൈലിന്റെ റഡാറിൽ എത്തുകയും. അല്ല, അത് താഴെ വരുമ്പോഴാണ് പിടിക്കുന്നത്. ഇത് 400 കിലോമീറ്റർ വരെ AD-2 പോകും. അപ്പൊ അതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. അതാണ് സ്പേസ് സ്റ്റേഷൻ. ഇനി ചൈനയ്ക്ക് അത് വെച്ചിങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ.